crashed into Washington's Potomac River after colliding mid-air with a military helicopter. ഒരു സൈനിക ഹെലികോപ്റ്ററും വിമാനവും നേർക്കുനേർ കൂട്ടിയിടിച്ച ഒരു ഭയങ്കരമായ അപകടം നമ്മൾ അറിഞ്ഞതാണ്. ഏകദേശം 64 മുതൽ 67ഓളം ആളുകൾ മരിച്ചിട്ടുണ്ടാകാം. അതിൽ 3 സൈനികർ, 60 യാത്രക്കാർ, 4 ക്രൂ മെമ്പേഴ്സ്. ഈ 60 യാത്രക്കാരിൽ പ്രധാനമായും റഷ്യക്കാരുണ്ടെന്നും പറയുന്നു. ഇങ്ങനെ ഒരു അപകടം അമേരിക്കയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇത്രയധികം സാങ്കേതിക വിദ്യ വന്നതിന് ശേഷവും ഒരു സൈനിക ഹെലികോപ്റ്ററും വിമാനവും നേർക്കുനേർ കൂട്ടിമുട്ടുന്ന ഒരു അപകടം നമ്മളെ കൊണ്ട് തടയാൻ സാധിച്ചില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇതിന് കാരണമെന്നും പറയുന്നു. അതിന് സത്യം എന്താണ്? ഇങ്ങനെ പല ചോദ്യങ്ങൾ. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അവസാനം ആ വിമാനത്തിൽ നിന്നും പോയ മെസ്സേജ് നമ്മൾ അറിയണം. അടുത്ത 20 മിനിറ്റിൽ ഞങ്ങൾ ലാൻഡ് ആകുമെന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഭാര്യ ഭർത്താവിന് മെസ്സേജ് അയച്ചിരുന്നു. ഭർത്താവും തിരികെ ഭാര്യയ്ക്ക് ഒരുപാട് മെസ്സേജ് ചെയ്യുന്നു. പക്ഷെ യാതൊരു മെസ്സേജും ഭാര്യയിലേക്ക് എത്തുന്നില്ല, ഡെലിവറി ആകുന്നില്ല. ഇപ്പൊ ഭർത്താവിന് വല്ലാത്തൊരു ഭയവും അസ്വസ്ഥതയും തോന്നി. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള വല്ലാത്തൊരു തോന്നലുണ്ടായി. അല്പസമയത്തിനുള്ളിൽ തന്നെ എല്ലാ മാധ്യമങ്ങളിലും ലൈവായി ഒരു വീഡിയോ കാണുന്നു. അതായിരുന്നു ഈ ഒരു വിമാന അപകട ദൃശ്യങ്ങൾ. തന്റെ ഭാര്യയ്ക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നു. മറ്റു വഴികളൊന്നും ഇല്ലാതെയാണ് താൻ ഭാര്യയെ അയച്ചത് എന്ന് ആ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇദ്ദേഹം മാത്രമല്ല, ആ വിമാന അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ ബന്ധുക്കൾ പലരും തങ്ങളുടെ ദുഃഖം പറഞ്ഞ് ഇപ്പൊ കരയുന്നുണ്ട്. ഈ ഒരു വിമാനം ഹെലികോപ്റ്റർ, ഇതിനെക്കുറിച്ചുള്ള വിശദാംശം അറിയണമെങ്കിൽ ഈ ഹെലികോപ്റ്റർ UH-16 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ആണ്. ഈ ഒരു വിമാനം അമേരിക്കയിൽ 1000-ലധികം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനെ സിൽക്രോസ്കി UH-60 ബ്ലാക്ക് ഹോക്ക് എന്ന് പറയും. ഇതൊരു സാധാരണ വിമാനം അല്ല. അമേരിക്കയിൽ പല സമയങ്ങളിൽ നിരവധി യുദ്ധങ്ങൾക്ക് വേണ്ടി പല സംഘടനകളും അവരുടെ ചാരവൃത്തിക്കും പെട്ടെന്ന് ക്രൂ മെമ്പേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ആണ്. ഇതിന്റെ കോൾ സൈൻ ബാറ്റ് 25 എന്ന പേരിലാണ് അന്ന് ആ വിമാനം, അതായത് ജനുവരി മാസം 29-ാം തീയതി ഈ വിമാനം ആകാശത്തിൽ പറന്നത്. കൂടാതെ ഈ ഹെലികോപ്റ്ററിനുള്ളിൽ 3 സൈനികർ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഈ ഹെലികോപ്റ്റർ അപ്രോച്ച് ചെയ്ത റൺവേ 33 ആണ്. ഈ റൺവേ 33ക്ക് നേരെ മറ്റൊരു വിമാനം പറന്നു വരുന്നു. ആ ഒരു വിമാനം ബോംബാർഡിയർ CRJ-700 എന്ന വിമാനമാണ്. ഈ ബോംബാർഡിയർ CRJ-700 വിമാനം അമേരിക്കൻ എയർലൈൻസിലാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിനെ മുഴുവനായും നിയന്ത്രിക്കുന്നത് PSA എയർലൈൻസ് ആണ്. ഈ PSA എയർലൈൻസ് 2019 ഇതിനെ വാങ്ങി. അവസാനമായി ഈ ഒരു വിമാനത്തെ നിർമ്മിച്ചത് 2020-ലായിരുന്നു. 2020-ന് ശേഷം ഈ ഒരു CRJ-700 എന്ന വിമാനം നിർമ്മിച്ചിട്ടേ ഇല്ല. ഈ ഒരു വിമാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ലോക്കൽ ബസ് അതുപോലെ ഒന്നാണ് ഈ ഒരു വിമാനം. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു 60 പേരെയൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വിമാനം. അത്തരമൊരു വിമാനത്തിൽ ഇപ്പൊ കൂടുതലായും ഉണ്ടായിരുന്നത് കായിക താരങ്ങളായിരുന്നു, സ്കാറ്റിംഗ് താരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലും റഷ്യയിലുള്ള മുൻ വേൾഡ് ചാമ്പ്യൻ ഐസ് ടാഗർ യൂജീനിയ സിസ്കോ, കൂടാതെ അവരുടെ ഭാര്യ വാദൻ നൗമറയും ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ അവരുടെ മകനും ഉള്ളതായി പറയുന്നു. ഈ സ്കാറ്റിംഗ് താരങ്ങളും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാണ് വിമാനത്തിൽ കയറിയിരിക്കുന്നത്. അവരുടെ ഈ വിമാനം റൺവേയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നേർ എതിരെ വന്ന സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിമുട്ടുന്നു. ഡൊണാൾഡ് ട്രംപിനോട് ഈയൊരു വാർത്ത പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സൈനിക ഹെലികോപ്റ്റർ നേരെ വന്ന് കൂട്ടിമുട്ടി, എന്തുകൊണ്ട് മുകളിലേക്കോ താഴെയോ അത് പോയില്ല? വളരെ വ്യക്തമായി തന്നെ അവിടെ സ്കൈ കാണാൻ സാധിക്കും. എന്തുകൊണ്ട് വിമാനം അപകടത്തിൽ പെട്ടു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ആ ഒരു ചോദ്യം ഇദ്ദേഹം ചോദിച്ചതിനും നമ്മൾ ഈ ഒരു വാർത്ത പറയുന്നതിനും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഈ ഒരു അപകടം നടക്കുന്നതിന് 7 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇതേ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളെല്ലാം ഒപ്പിട്ടത്. അതിൽ വൺ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഓർഡർ എയർ ട്രാഫിക് കൺട്രോളേഴ്സ്
ഈ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ടവർ. ഒരു വിമാനം എപ്പോഴാണ് ലാൻഡ് ചെയ്യേണ്ടത്, ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, റൺവേ എല്ലാം ശരിയാണോ, റൺവേയുടെ പ്രോഗ്രാം എങ്ങനെയാണ്, അടുത്ത ഘട്ട വിമാനം എപ്പോഴാണ് വരുന്നത്, ഇവയെല്ലാം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ളത് എയർ ട്രാഫിക് കൺട്രോളേഴ്സിനാണ്. അങ്ങനെ ഈ എയർ ട്രാഫിക് കൺട്രോളറുടെ ഹയറിംഗ് നടന്നിട്ടുണ്ട് ജോ ബൈഡന്റെ ഭരണകാലത്ത്. ഈ ഒരു ഹയറിംഗ് ഫ്രീസ് ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇദ്ദേഹം ഈ എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ നിയമനം മാത്രം അല്ല ഫ്രീസ് ചെയ്തത്, കൂടെ തന്നെ കോസ്റ്റ് ഗാർഡ് കമാൻഡോസിന്റെ നിയമനവും മുഴുവനായും ഫ്രീസ് ചെയ്തു. ഇനി കോസ്റ്റ് ഗാർഡിലുള്ള കമാൻഡർ ഓഫീസേഴ്സിനെ എന്തുകൊണ്ട് ഹയറിംഗ് ഫ്രീസ് ചെയ്തു എന്ന ചോദ്യത്തിന് അവിടെയാണ് LGBT കമ്മ്യൂണിറ്റി പ്രവർത്തിച്ചത്. അഡ്മിറൽ ലിൻഡ ലി ഫാഗൺ, ഇവരും കോസ്റ്റ് ഗാർഡ് കമാൻഡർ ആയിരുന്നു. ഇവർ DEI ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇതും LGBT കമ്മ്യൂണിറ്റിയിലാണ് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ LGBT കമ്മ്യൂണിറ്റിയിൽ ഫെഡറൽ ജോബിൽ ഒരുപാട് പേര് ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈനികത്തിൽ പോലും LGBT കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് പേരുണ്ട്. അവരുടെ നയങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ട ഒരുപാട് പേർ അമേരിക്കൻ സർക്കാരിൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവർ കാരണം നമ്മുടെ സർക്കാരിന് ഒരുപാട് പ്രശ്നം വരാം. അതുകൊണ്ട് ഈ ഹയറിംഗ് എല്ലാം ഫ്രീസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അതിൽ ഒരു ഫ്രീസ് ആയിരുന്നു ലിൻഡയുടേത്. അപ്പോ ഈ എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ ഈ നിയമനമെല്ലാം ഫ്രീസ് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് ജോ ബൈഡൻ സപ്പോർട്ടേഴ്സ് എല്ലാം ട്രംപിന് നേരെ ഒരു കുറ്റാരോപണം നടത്താൻ തുടങ്ങി. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ നിയമനം ഫ്രീസ് ചെയ്തത് 7 ദിവസത്തിന് മുൻപായിരുന്നു. പുതിയ എയർ ട്രാഫിക് കൺട്രോളേഴ്സിനെ വീണ്ടും നിയമിച്ചിട്ടില്ല. പറഞ്ഞു വന്നാൽ ഇപ്പോ ഈ അപകടം നടന്ന സ്ഥലത്ത് എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ കുറവുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതല്ല പ്രശ്നം, മറ്റെന്തോ പ്രശ്നം കാരണം, പെട്ടെന്നുണ്ടായ എന്തോ ഒരു പ്രശ്നം കാരണമാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അവസാനമായി അവർക്ക് വന്ന മെസ്സേജ് ക്രാഷ് ക്രാഷ് എന്ന് മാത്രമായിരുന്നു. ഇത് വീണ്ടും അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കൻ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേയില്ല. അതിനാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും സൈന്യവും FBI-യും ചേർന്ന് ഈ ഒരു കേസ് അന്വേഷിക്കണം എന്നതായിരുന്നു അമേരിക്കൻ സർക്കാരിന്റെ ഇപ്പോഴുള്ള അറിയിപ്പ്. അപ്പോ അത്രയേറെ സുരക്ഷയുള്ള ഒരു വിമാനത്താവളത്തിൽ ഒരു സൈനിക ഹെലികോപ്റ്ററും സാധാരണ ഷട്ടിൽ ചെയ്യുന്ന ഒരു വിമാനവും നേർക്കുനേർ കൂട്ടിമുട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സാങ്കേതിക വിദ്യയുടെ കുറവാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാങ്കേതിക വിദ്യയുടെ പ്രശ്നം അമേരിക്കയുടെ ഭാവിക്ക് ഒരു വലിയ പ്രശ്നമായി മാറും. അമേരിക്കയുടെ ഏവിയേഷന് തന്നെ ഇതൊരു കറുത്ത ദിനമായി കാണണം എന്നുള്ള സ്വരവും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട അപകടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് വേഗത്തിൽ ഇത് അന്വേഷിച്ച് ഇതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ നിലവാരമില്ലാത്ത എന്തെങ്കിലും ആളുകൾ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രീസ് ചെയ്തല്ലോ അതായിരിക്കുമോ കാരണം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തവർ ആ സമയത്ത് ശരിയായി ജോലി ചെയ്യാത്തതാണോ, എയർ ട്രാഫിക് കൺട്രോളറായി ഇതിനു മുൻപ് ജോലി ചെയ്ത് അനുഭവമുള്ളവർ അവരോടൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, എന്ത് ചെയ്തെങ്കിൽ ഇത് സംഭവിക്കാതെ തടയാമായിരുന്നു, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിയണം. പുതുതായി വരുന്നവർക്ക് ആ ഒരു അനുഭവം ഷെയർ ചെയ്യണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അപകടം ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നും ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഫ്ലൈറ്റ് നമ്പർ 5342 അമേരിക്കൻ എയർലൈൻസ്, ഈ ഒരു പേരിലായിരുന്നു നമ്മൾ പറഞ്ഞ CRJ-700 എന്ന വിമാനം പറന്നത്. ഇതിൽ യാത്ര ചെയ്ത 64 പേർ, അതിൽ 4 ക്രൂ മെമ്പേഴ്സ് ആണ്. ഇതുവരെയും കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഏകദേശം 31-31ഓളമാണ്. രക്ഷാസംഘം അല്ലെങ്കിൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പട്ടാളക്കാർ പറയുന്നത് ആരും അതിജീവിക്കാനുള്ള സാധ്യതയില്ല എന്നാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി അവരുടെ മൃതദേഹം പുറത്തെടുക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനും കാലാവസ്ഥ ശരിയല്ല. കാറ്റിന്റെ വേഗത അധികമാണ്. കൂടാതെ നദിയുടെ അടുത്താണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അതുകൊണ്ട് ഒരുപാട് ഡെഡ് ബോഡീസ് ആ നദിയിൽ തന്നെ അവിടെവിടെയായി ചിതറിക്കിടക്കുന്നതായും വിമാനത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം എല്ലായിടത്തും ചിതറിക്കിടക്കുന്നതായും പറയുന്നു. ഇതിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയാൽ പോലും അത് ഇന്ന വ്യക്തിയുടേതാണ് എന്ന് കണ്ടെത്താൻ തന്നെ ഒരല്പം സമയമെടുക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അമേരിക്കയുടെ ഇപ്പോഴുള്ള ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത് വൈറ്റ് ഹൌസും പെന്റഗണും ഇതിന് പുറകിലെ അന്വേഷണം നടത്തും. ഇതിന്റെ അടുത്ത ഘട്ട നടപടികൾ, ഇതിനെങ്ങനെ കണ്ടുപിടിക്കണം, ജനങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, എയർലൈൻസ് അധികാരികൾ എന്തെല്ലാം ഇതിലൂടെ കണ്ടെത്തണം, ഇങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളും അടുത്ത 1-2 ദിവസത്തിൽ ഞങ്ങൾ പറയുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് പറഞ്ഞിട്ടുണ്ട്. ശരി, വിമാനാപകടം സംഭവിച്ചു,
കൂട്ടിമുട്ടിയ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചോ എന്ന് ചോദിച്ചാൽ ഈ ഒരു അപകടത്തിൽ ഹെലികോപ്റ്ററിന് കൂടുതലൊന്നും കേടുപാടുകൾ സംഭവിച്ചില്ല എന്ന് പറയുന്നു. ഹെലികോപ്റ്റർ തല കീഴായി കിടക്കുന്നു. എന്നാൽ അതേസമയം നമ്മൾ പറഞ്ഞ ഈ CRJ-700 എന്ന വിമാനം പല കഷ്ണങ്ങളായി തകർന്നു എന്ന വാർത്ത പുറത്തു വന്നു. അതിന്റെ ബ്ലാക്ക് ബോക്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം സംഭവിച്ച ചാറ്റും വിമാനത്തിലുണ്ടായ പ്രശ്നം ഇവയെല്ലാം ഞങ്ങൾ എളുപ്പത്തിൽ തന്നെ കണ്ടെത്തുമെന്നും അമേരിക്കയുടെ സർക്കാർ പറഞ്ഞു. ലോകത്തിലെ മഹാശക്തി എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തെ കൊണ്ടുപോലും ഒരു വിമാന അപകടത്തെ തടയാൻ സാധിച്ചില്ല. നേർക്ക് നേർ ഒരു സൈനിക ഹെലികോപ്റ്ററും വിമാനവും കൂട്ടിമുട്ടുന്നത് സ്വാഭാവിക കാര്യമല്ല, അപൂർവമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സംഭവം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട്, വലിയൊരു അപമാനമായി മാറിയിട്ടുണ്ട്. ഇതിന് പുറകിലുള്ള കാരണം ഇത് ഭാവി കാലങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ അമേരിക്ക എടുക്കാൻ പോകുന്ന മുൻകരുതലുകൾ ഇവയെല്ലാമാണ് ലോകം മുഴുവനും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ ഒരു വിമാന അപകടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.